എന്താ സിനിമ, ആ ഡാൻസ്, അടിച്ചുപൊളി പാട്ട്, നമുക്കൊരു ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ നമുക്ക് റിലീസ് വേറെ ഉണ്ടാവും, അതിന് പോകാം. ഇതൊന്നും മുണ്ടാത്ത വലക്ക മുണിങ്ങാൻ കിടക്കണ്. തോമോ, 10 രൂപ കയ്യിലെടുക്കാനില്ല. ഈ ടൈലറിംഗ് ആയിട്ട് നടന്നാലേ നമ്മൾ രക്ഷപ്പെടൂല. എന്തേലും ബിസിനസ് തുടങ്ങണം, പൈസ ഉണ്ടാക്കണം. ഞാൻ എന്നോട് പറയണമെന്ന് വിചാരിച്ചാണ്, നല്ലൊരു ബിസിനസ് ഉണ്ട്, സിനിമാന്റെ ഉള്ളിൽ കച്ചവടം. എന്നാ നമുക്ക് ഫ്രീ ആയിട്ട് സിനിമ കാണും ചോദിച്ചാ എങ്ങനെയുണ്ട്? എപ്പോ നോക്കിയാലും തോമോ സിനിമ സിനിമ സിനിമ, വേറെ എനിക്കൊരു പണിയില്ല. ഇത് വേറെ ചിന്തിക്ക്. സിനിമ കാണാത്തൊരു തോരിച്ച്. നാളെ വെള്ളിയാഴ്ചയാണ്, റിലീസുള്ള ദിവസമാണ്. അതെന്താ ചെങ്ങിച്ച് പറയും. അപ്പൊ നാളെ വെള്ളിയാഴ്ചയാണല്ലേ? അതാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഒന്ന് വെള്ളിയാഴ്ച രാവ് ഇജത്തെ മാപ്പ് നോക്കിക്കാതെ ഓണ വണ്ടിക്കേലും പോകാം. അങ്ങോട്ട് വന്നജി. അസന്റോടെ പാരാ കന്തോറിട്ട് കണ്ട് ഒരു മോലിയരമായിരിക്കേ. തായിരിപ്പോ ഒരു നിസ്കാരക്കൊപ്പായിട്ട് കണ്ട ആളും നീന്ന് എവിടേക്കാ പോയി പോയി? അസ്സാന്ന് വിളിച്ചാ വിളിയാക്കൂല, അസ്സൻ ഉസ്താദേ വിളിക്കണം. അസ്സൻ ഉസ്താദോ? മോനെ പോയിക്കള്ള. ആരാ? ഞാൻ കോമോടെ. എന്തേ പോന്നേ? എടാ അജിന്റെ പേപ്പർ നോക്കിയാ, ഇന്നൊരു പുതിയ സിനിമ റിലീസ് ഉണ്ട്. ഉച്ചദിവസം നമുക്ക് പോയാലോ കാണാൻ? അസ്താഫിറുല്ലാ, സിനിമക്കാ? സിനിമ കള്ള്, ഈ ഹറാമായ സംഗതിക്കൊന്നും ജിന്നെ വിളിച്ചെടുത്ത് പോകുമോ? ഇനി നമ്മൾ അതിനൊന്നും ഇല്ല. ചിന്നെ കൊണ്ടൊന്നും പറപ്പിച്ചണ്ട, തുറക്കജി വാതില്. ഏത്താ ചങ്ങയ്യ, എനിക്ക് സിനിമ കണ്ട് പിരാന്തായ എത്തപ്പത് കോലോ. എന്തിപ്പ എനിക്ക് പറ്റിയത്? അള്ളാനേറ്റ അടുത്തവർക്ക് എനക്കുണ്ടാവും. ഇങ്ങനെ ആയാ പോലെ കോമോ, മാറണം. ഇജ്ജ് പേക്ക് അവിടുന്ന് ഒന്ന് മാറ്റിക്ക. പേര് കൂപ്പായിട്ടാ. ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് റിലീസിന്റെ ദിവസമാണ്. എന്റെ പാതയിൽ ഇനി സിനിമയില്ല ഹറാമായ ഒരു സംഭവമില്ല. അതെങ്ങനെ ശരിയാകുക? അനക്കും എനിക്കും ഒരു ബാധയാനല്ലേ? അങ്ങനെയാണെങ്കിലേ ഈ തുണി കുപ്പായൊക്കെ മാറ്റിയിട്ട് വെള്ളയും വെള്ളിട്ടാണ് ഇടുക. നമുക്കൊരു 10 രൂപ ഉണ്ടാക്കാൻ പോകുമോ? 10 രൂപ കയ്യിലെടുക്കാനില്ല. ഈ ടൈലറിംഗ് ആയിട്ട് നടന്നാലേ നമ്മൾ രക്ഷപ്പെടൂല. എന്തേലും ബിസിനസ് തുടങ്ങണം, പൈസ ഉണ്ടാക്കണം. ഇതുകൊണ്ട് എങ്ങനെയാ കായ് ഉണ്ടാക്കുക? അത് പറഞ്ഞോട്ടാ. എന്റെ അടുത്ത് എല്ലാ രോഗത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഇത് നാട്ടിലെല്ലാരോടും പറഞ്ഞെടുക്കും. കിട്ടുന്നതിൽ നമുക്ക് രണ്ടും 50-50 എടുക്കാന്ന്. കായ് കിട്ടും, പക്ഷെ തല്ല് കിട്ടും. എന്റെ ഒപ്പാണ് ഇത് നിൽക്കുന്നത്. അതിനെ കുറിച്ച് പേടിക്കണ്ട. എല്ലാ പരിഹാരവും എന്റെ അടുത്തുണ്ട്. ഇനി നമ്മളിങ്ങനെ സിനിമ കണ്ട് നടന്നാൽ പറ്റൂല. നമ്മളെ സ്വപ്നങ്ങള് സിനിമ കാണലല്ല പോകുമോ, സിനിമ നിർമ്മിക്കലാണ്. ഞാൻ പോയിക്കാണ്ടേ തുണി പോയി മാറ്റിക്കാണ്ട് വരട്ടാ. ഈ ഹസൻ ഉസ്താദിന്റെ വീട്? ഇതന്നെയാണ്. കേറിക്കോളി, ഇരിക്കി. ഉസ്താദ് ദിക്കറിലാണ്. നിങ്ങൾ വന്ന കാര്യം എന്താ അത് പറയും. ഉസ്താദിനെ കാണാൻ വന്നത് വീട്ടില് തീരെ സുഖമില്ല, എന്നും പ്രശ്നങ്ങളാണ്. വീട്ടിലെ പ്രശ്നം എന്ന് പറയുമ്പോ പെണ്ണുങ്ങളായിട്ടുള്ള പ്രശ്നം, അതാ ഏട്ടനഞ്ചന്മാരായിട്ടുള്ള പ്രശ്നം? ഏട്ടനഞ്ചന്മാര് തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. പോയി കാര്യം പറഞ്ഞോളിട്ടാ. എത്തിയില്ലേ? രാവിലെ മുതൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വീട്ടിലെ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ലല്ലേ? ഒക്കെ പ്രശ്നങ്ങളാണ്, വീട്ടിലൊരു സുഖമില്ല. ഒക്കെ നമുക്ക് പരിഹരിക്കാം. കോമു, ഇത് പേസിൽ വെക്കുക. ഇത് മുറ്റത്തൊരു സൈഡിനെ കുഴിച്ചിടുക. നിങ്ങളെ നമ്പറും തരീട്ടോ. കോമുവാ, കോമുവാ,
ഇജ്ജ് ഏത് അടുപ്പ് പോയി കിടക്കുക? എന്താ ഈ കോഴിമുട്ട മേടിച്ചിട്ടുള്ളേ? ഇങ്ങനെ എഴുതല് മൃഗയ, കിന്നാരത്തുമ്പികള്, ധ്വനി, ഇതൊക്കെ സിനിമന്റെ പേരാണല്ലോ. എനിക്ക് അറിയണ്ടല്ലോ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇന്ന മാർക്ക് എഴുതണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കറിവ് അതാണ്, അത് ഞാൻ എഴുതി. എന്നാലും എന്തേലും എനിക്ക് വരച്ചു അറബിയില്. ഇങ്ങനെ ആയാലും ശരിയല്ല പോകുമ്പോ മര്യാദക്ക് എഴുതി പഠിക്കണം. ഇത് പിടുത്തം വിട്ട കളിയാണ്. ആത്മീയമായിട്ട് ഒരു ബന്ധമില്ല എനിക്ക് പോകുമ്പോ. ഇത് വലിയ ഭർത്താനൊന്നും പറഞ്ഞ നമ്മൾ ഈ ബിസിനസ്സിൽ പൗതിയാണ്. ജിന്ന് വെച്ചാൽ നിൽക്കുന്നു. മനുഷ്യ ആർമാദിച്ച് നടന്നോടത്തുനിന്ന് അതൊക്കെ ഒഴിവാക്കിയാണ്ട് ഇപ്പൊ ഒരു സിനിമക്കും പോകാൻ പറ്റാ. അന്റെ ഈ ഇരിക്കുമ്പത് പെട്ടിക്കാണ്ട് കോമോ ഇടക്ക് അങ്ങനെ നോക്കിട്ട് ആരെയും വരില്ലെന്ന് ഇതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. നീ ഇപ്പൊ കല്യാൺ സിൽസിന്റെ മുന്നിലല്ലേ, അവിടെ കയറി എനിക്ക് ഒരു ശബ്ദം എടുത്തോ. ഹലോ ഹലോ, അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. അളിയാ, നാളെ ഞാനും കുഞ്ഞിപ്പും കുട്ടികളും കൂടെ വരുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. ആ ഉണ്ടാവില്ലേ? ഞാൻ ഉണ്ടാവും. ഇങ്ങോട്ട് പോരെ. ആ ആയിക്കോട്ടെ. കോമോ അളിയനാണ്. പെങ്ങളും കുട്ടികളും അളിയനും നാളെ വരുന്നുണ്ടല്ലോ. നാളെ ആയിക്കോട്ടെ, വന്നോട്ടെ. ഇനിയിപ്പോ എന്താ അല്ല, നാളേക്ക് ഇപ്പൊ നമുക്ക് എന്തേലും ഒക്കെ ആവുമോ? അത് ബേജാറില്ല. ആരെങ്കിലൊക്കെ ഒരാൾ വന്നിട്ടാ മതി. മോനെ പിടിച്ച പോയി ആള്. അസ്സലാമലൈക്കും. ഉസ്താദ് ഇവിടെ അല്ലേ? ഉസ്താദ് പ്രാർത്ഥനയില്ല. ഏ അല്ല, എന്താ പ്രശ്നം? എന്തേ ഇപ്പൊ നിങ്ങള് പോന്നു? അതെ, എൻ്റെ മോന് പെണ്ണ് നോക്കൽ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായി. അതൊന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് ഉസ്താദിനൊന്ന് കാണാൻ വന്നാ. എൻ്റെ സ്നേഹിതൻ്റെ മോൻ ഇതേപോലെ പെണ്ണ് ശരിയാഞ്ഞിട്ട് ഈ ഉസ്താദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടാ ശരിയായത്. മോനക്ക് ഇപ്പൊ എന്താ ജോലി? ഓന് ഗൾഫിൽ സെയ്ക്കിൻ്റെ വീട്ടിലാ. നല്ല ജോലിയാ. ഇരിക്കി. മോന് വന്നിട്ട് പോവാനായില്ലേ? കല്യാണമൊന്നും ശരിയായിട്ടില്ല അല്ലേ? അതന്നെ ഉസ്താദെ, കുറേ അന്വേഷിച്ച്. അല്ല, നിങ്ങളെങ്ങനെ ഇപ്പം അറിഞ്ഞ്? അതൊക്കെ ഉസ്താദ് അറിയും. അയൽവാസികളായിട്ടൊക്കെ ഇപ്പൊ എങ്ങനെ? അയൽവാസികൾക്കൊക്കെ നല്ല അസൂയ ഞങ്ങളോട്, പ്രത്യേകിച്ച് പടിഞ്ഞാറിയിലെ കാതർ. ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കേസാണ്. ഒരു ഒഴിഞ്ഞാങ്ങൾ നടത്തണം. പറ്റുകയാണെങ്കിലേ നമുക്ക് ഇന്ന് തന്നെ ആക്കണം. പൈസ കുറച്ച് ചെലവാകും. ബുദ്ധിമുട്ടാവോ? പൈസ എത്ര ആയാലും ആയിക്കോട്ടെ, നമുക്ക് കാര്യം ശരിയാക്കിട്ടെ. നിങ്ങളൊന്നുകൂടെ പുറത്തിരിക്കേ, ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. കോമോ ഇവിടെ വന്നോ. മൂപ്പരൊന്നും വിളിച്ചോ. ഈ സാധനങ്ങളെ ഇന്ന് തന്നെ എത്തിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പല കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഓ ശരി. അല്ല, ഇത് വിഞ്ഞാങ്കലിനാണോ? ഇതൊരു കല്യാണത്തിനുള്ള സാധനം എഴുതിക്കണല്ലോ. ഇതൊരു സ്പെഷ്യൽ ഉയ്ഞ്ഞാങ്ങല. നിങ്ങളെ വിചാരിച്ചമാർക്ക് ആപ്പ ഉപ്പ ഉയ്ഞ്ഞാങ്ങലല്ല. കാട്ടിക്കാണി, ഇതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇതില് ഉസ്താദേ, ഇതെന്ത് പരിപാടിയാ? ഉണ്ടല്ലോ, ഇതോട്ടിരിക്ക്. ഇതില് കോഴി 3, ആട് 2 ഉള്ളൂ. അത് മതിയല്ലോ, നാളെ നമുക്ക് അത് മതി. ഇൻഡോറിലുള്ളവർക്ക് പിന്നെ നോൻപാ മര്യാദക്ക് കൂട്ടിയത്. നിജ ഉച്ചക്ക് വിടലേ കാരം. ഞാൻ അന്ന് അവരെ കൂട്ടിയിട്ടും കൂടി എഴുതിയിട്ടുള്ളത്. അത് കണക്കാൻ പറ്റും. പെരയില് പെണ്ണും കുട്ടികളൊക്കെ അല്ലേ. ഒരു 2 കിലോ ആടിച്ചും വേണം. അതാണ് കൊടുത്താളെ. ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആയിക്കണേ. എന്നാ പോയിക്കോളിട്ടാ, ഒക്കെ റായത്താവും. സാധനേ 7 മണിന് മുമ്പ് എത്തിച്ചണം. ആയിക്കോട്ടെ, അത് എത്തിച്ചാ. അല്ല, അപ്പൊ ഞങ്ങള് തരണ്ടേ? നിങ്ങള് വരണമെന്നില്ല, സാധനം എത്തിച്ച് കിട്ടിയാൽ മതി. എന്നായിക്കോട്ടെ. ബിസിനസ് ഒക്കെ ഇപ്പൊ എങ്ങനെ പോണ്? അൽഹംദുലില്ലാ, കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ വന്നതേ വേറെ കാര്യം പറയാം. ലോക്കായില്ലേ? നമ്മള് വാങ്ങിയിട്ടൊരു സ്ഥലം കച്ചവടമാണില്ല, അതിന് കുടുങ്ങി നിൽക്കണം. എവിടെയാണ് സ്ഥലം? സ്ഥലം ഉള്ളതേ കുന്നക്കാട് അങ്ങാടിന്ന് ഇടത് ഭാഗത്തേക്ക് പോയിട്ട് ഒരു പഞ്ചായത്ത് കിണറിന്റെ അടുത്താണ്. ലാഭത്തിൽ കിട്ടിയപ്പോ മേടിച്ചാണ്, പക്ഷെ അതങ്ങോട്ട് വിറ്റ് പോണില്ല. അവിടുത്തെ മാർക്കറ്റ് റേറ്റ് ഇപ്പൊ എത്ര കിട്ടിയ ഇപ്പൊ കൊടുക്കും? അതിപ്പോ സെന്റിന് 1 ഉറുപ്പ്യ കിട്ടണം. 75-80 വന്ന് പറയണുള്ളൂ. അതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം.
ഈ കുറ്റി കൊണ്ടുപോയിട്ട് ആ പറമ്പിന്റെ നടുവിലാണ് അടിച്ച 40 സെന്റ് സ്ഥലമാണല്ലേ, 1 ലക്ഷം ഉറുപ്പ്യ വെച്ചിട്ട് എനിക്ക് 40 ലക്ഷം ഉറുപ്പ്യ കിട്ടും. അതിന്റെ മോൾക്ക് ഇനി എത്ര കിട്ടിയാലും ഹസനലി പാപ്പാനെ പെട്ടിക്കാനിട്ടാണ്. ആയിക്കോട്ടെ ഉസ്താദേ. പൈസ ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ സ്ഥലം വിറ്റിട്ട് ഹസനലി പാപ്പാനെ പെട്ടിക്ക് ആ പൈസ കൊടുത്താൽ മതി. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹസൻ ഉസ്താദാണ്. എന്തേ ഉസ്താദേ? നിങ്ങളെ പ്രശ്നം നിങ്ങൾ പോയിന്റേഴ്സ് ഞാൻ ഒന്നുകൂടി നോക്കി, അത് അങ്ങനെ ഇങ്ങനെയൊന്നും പരിഹാരമാവില്ല കേട്ടാ. ഞാൻ നിങ്ങളെ അടുത്തേക്കാണ് വരാൻ നിൽക്കായിരുന്നേ. പ്രശ്നം ഒന്നും കൂടെ കൂടിയിരിക്കണ്. ഇങ്ങോട്ട് പോരെ. അസ്സലാമു അലൈക്കും. നിങ്ങളെ കാത്തിക്കാണ്. അവിടെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഉസ്താദ് എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞ്. അന്റെ പ്രശ്നങ്ങൾ മാറണമെങ്കിലേ ഇജ്ജ് പെണ്ണോടുത്തുനിന്ന് ആ പെരയും പറമ്പോട് വിറ്റാളെ. അല്ല, അന്റെ പെരയും പറമ്പും വിറ്റപ്പോ എത്ര കിട്ടും? അത് ഒരു 10-25 ലക്ഷം രൂപ കിട്ടും. എന്നാ അത് വിറ്റുകാണ്ടേ കുന്നക്കാട് ടൗണിൽ നിന്ന് ഇടത്തോട്ട് പോയാലേ ആ പഞ്ചായത്ത് കിണറിന്റെ അടുത്തൊരു സ്ഥലമുണ്ട്, അത് ഇജാണ്ട് പോയി വാങ്ങിക്കോ. അവിടെ ഒരാളുണ്ട്, അയാളെ പോയി കണ്ടാൽ മതി, കാതിറിനെ. വിലൊന്നും പോയി ചോദിക്കാൻ നിൽക്കണ്ട, ഇത് സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് കൊടുത്താണ്. ആയിക്കോട്ടെ, ഞാൻ ഇന്നലെ പോയി സംസാരിച്ചോളാം. ഉസ്താദ് പറഞ്ഞ മാതിരി തന്നെ. ഇത് പോയിട്ട് ആ കാര്യങ്ങൾ ചെയ്യട്ടാ. അസ്സലാമു അലൈക്കും. അസ്സ, ഇത് കൈവിട്ടേ കളിയട്ടാ. മൂപ്പരെ പെരയും മറവും വിറ്റാലേ അയാളെ കുടുംബ പ്രശ്നം തീരുവോ? അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടാ? എടോ, ഒരു ഏപ്രിലുള്ള പ്രശ്നങ്ങളാണ്. അതാണ് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ദൂരായില്ലേ, പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? വെറുതെ എനിക്ക് കുറച്ച് ബുദ്ധി വെച്ച്. അതാണല്ലോ ഞാൻ ഇവിടെ ഇജ്ജ് എവിടെയായത്. ഇജ്ജ് അടുത്താളെ വരണ്ട നോക്കിയാ. നേരെ പോയിക്കോളി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കേ. കുട്ടികളൊക്കെ പഠിക്കണില്ലേ? എത്രയിലാ പഠിക്കണേ? ഇവളിപ്പോ 1ാം ക്ലാസ്സിലാ, പക്ഷെ മദർസ പോകാൻ വലിയ മടിയാ. അത് മനസ്സിലായി. അല്ല സാർ, ഈ രൂപത്തിന് മദ്രസക്ക് എത്തുക? ഈ കുട്ടികളെ പുറത്തു കിട്ടിയാലേ നിങ്ങളെ കാര്യാക്കണ്ട. ഞാനേ ഈ പറഞ്ഞ പോലെ ചെയ്താൽ പോയിട്ടാ. ചോളെ പോയിക്കോളെ. കോമുവാ ജീവൻ വന്നാ? അല്ലപ്പ ഈ രൂപത്തിന് ചിഞ്ചിന് മദ്രസക്ക് പോവാ. ഇവിടെ വന്നാ വെറുതെ ഒരു കുരുത്തക്കേട് വാങ്ങിയേക്കാന്. എന്തിനാ ജി വിളിച്ചത്? ഇരിക്കേ. ഇന്ന് ഇങ്ങനത്തെ ആളുകൾ വരുമ്പോഴേ ഇത് ധാരാളം കയറ്റിവിടരുത്. ഇങ്ങനത്തെ വിവരമുള്ള കുട്ടികൾ വന്ന് നമ്മൾ ആകെ പെടൂലേ? എല്ലാ കാര്യവും പരിഹരിക്കലുണ്ടല്ല. ഒരു കുട്ടി വന്നപ്പോ പേടിച്ചു, എന്താ അതെനിക്ക് പരിഹരിച്ചൂടെ? ഈ പഴയ തലമുറനെ പറ്റിക്കുന്ന മോഡലല്ല ഇപ്പത്തെ കുട്ടികളെ നമ്മൾ പേടിച്ചണം. അതൊക്കെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യണ്ടേ? അസ്സലാമു അലൈക്കും. ഉസ്താദേ, വിടുവാ. ചായ വേണ്ടി, വെള്ളം വേണ്ടി? ഒന്നും വേണ്ടപ്പോ അല്ല വിളിച്ച പാലർക്ക്. തോന കായ് കൊണ്ട് കിട്ടുമ്പോൾ ഒറ്റക്ക് മുണങ്ങാനുള്ള പരിപാടിയാ. ഇതിപ്പോ സ്ഥിരയിക്കണേ, ഇതൊന്നും നിരന്നു പോകൂല. എന്തൊക്കെയാ വിശേഷം? ഉസ്താദേ, നമ്മൾ ആ സ്ഥലം വിറ്റ് ഒരാള് വന്നിട്ടേ 1.5 ലക്ഷം രൂപ സെന്റിന് വെച്ചിട്ട് മൂപ്പര് വാങ്ങി. വില പറഞ്ഞിട്ടൊന്നുമില്ല. മൂപ്പര് ആ വില പൈസ ആയിട്ട് വന്നാണ്ട് അത് രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ എന്റെ പൈസ എടുത്തിട്ട് ബാക്കിയുള്ള പൈസ, എന്റെ പൈസ 40 ലക്ഷം രൂപ ഞാൻ എടുത്തേക്കണേ, ബാക്കിയുള്ള 20 ലക്ഷമാണ് ഇത്. ചായ മാണ്ടെങ്കിൽ വെള്ളം എടുക്കട്ടെ. ഇതൊരു പൊയ്ക്കാൻ പോകുമ്പോ പാലർക്ക് അടുപ്പോ എന്നാ കുട്ടി പോയിക്കോ. അതിനൊന്നും ആവശ്യമില്ല, പോയിക്കോളി പോയിക്കോളി.
ആ കവറിന് കട്ടിക്ക ഞാൻ ഞാൻ പുറത്തിരിക്കേ ഞാൻ വരാം അടുപ്പോ ആട് പോയിക്കോട്ടെ കുട്ടീന്ന് ഫോൺ എവിടെ ഇരിക്കേ അതിന് സ്വഭാവം കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇതിന് കുറച്ചൊക്കെ ഉണ്ടാണേ പക്ഷെ അവിടെ ഇരിക്കേന്ന് സ്വഭാവം കാണിച്ചു തരാണ് ഇവിടെ ഇരിക്കേ. 1-2 കൊല്ലായി നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് തുടങ്ങുമ്പോൾ പറഞ്ഞത് പൗതി എന്നാ പറഞ്ഞത്. ചെറിയ ചെറിയ സംഖ്യ കിട്ടുമ്പോൾ അതിന് നേരം എനിക്ക് തരും. വലിയ സംഖ്യ കിട്ടുമ്പോൾ അതിന് പൗതി തരുന്നില്ലല്ലോ. അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിലുള്ള കരാറ്. എനിക്കിപ്പോ ഈ ഒരു പരിപാടി കൊണ്ട് ബില്ലിങ്, വണ്ടിക്ക് വണ്ടി, കാറിന് കാറ് എന്തെല്ലാം ഞാൻ വാങ്ങിക്കിട്ടി. ഇനി എനിക്ക് ദുനിയാവിൽ ഞാൻ എത്തങ്ങ വാങ്ങാൻ ബാക്കിയുള്ളത്. നമ്മൾ പാർട്ണർഷിപ്പിലാണെച്ചെങ്കിൽ എനിക്കും വേണ്ട അതേമാതിരിക്കൊക്കെ ഞാനൊരു മോട്ടോർ ലക്ഷം കൂടി വാങ്ങിയിട്ടില്ല. അതെ ഇതൊക്കെ ചോദിക്കുന്നു എനിക്കറിയാം. അതിനൊക്കെ ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. എനിക്കുള്ള കായോടെ തങ്കേരിച്ച് വെച്ചെന്ന് വെച്ചെങ്കിൽ തിരക്കിടില്ല. ഈ പൈസ എല്ലാം കൂടി ഞാൻ കെട്ടാക്കി വെച്ചേക്കണോ ഒക്കെ വലിയ കണക്കാക്കി വെച്ചിട്ടുണ്ടാവും. എന്നാലല്ലേ വേഗം എടുത്തുതരാൻ പറ്റുള്ളൂ. കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് വിലസാൻ. പോമോ ടിക്കറ്റ് പോ. ഞാനേ ഈ പരിപാടി നിർത്തുകയാണ്. ചെന്നൈയില് കുറച്ച് പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട്. അങ്ങോട്ട് പോകണം. ഞാന് അത് നോക്കി ഇനി അവിടെ കൂടുകയാണ്. ജിഞ്ഞ് ഇതെന്റെ കയ്യിൽ വെക്ക. അപ്പൊ ശരി പോമോ. എനിക്കും വേണം എന്തേലൊക്കെ ഒരു ബിസിനസ് തുടങ്ങാം. അതിലുള്ളൊക്കെ അതിലുണ്ട്. ആവും ഫുള്ള് 500 കെട്ടാനേ കാരം സമാധാനം. പടച്ചോനെ പറ്റിച്ചല്ല. അസമ്മോലേരെ വീട് അസമ്മോലേരെ 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 അസമോലിയരല്ല കോമോലിയരാണുള്ളത്. ആ മതി. ഒക്കെ ശരിയാവും. ജീവിത പ്രയാസങ്ങളിൽ ചിലർ ആത്മീയ കച്ചവടക്കാരാകുമ്പോൾ ഓർക്കണം, നമ്മളിൽ ചിലർ തന്നെയാണ് ഇത്തരക്കാർക്ക് വളരാൻ സാഹചര്യമുണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിനല്ലാതെ ഒരു ആൾദൈവത്തിനും പരിഹരിക്കാനാവില്ല.